ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ലിസാസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ യൂട്യൂബ് എല്ലാം തുടങ്ങിയ ബിഗിനേഴ്സിന് ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ ചാനൽ ചെയ്തിട്ട് എനിക്ക് വളരെയധികം സക്സസ് ആയ ഒരു കാര്യമാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ യൂട്യൂബിൽ പെട്ടെന്ന് തന്നെ സബിനെ കൂട്ടാനും അതേപോലെ വാച്ചവേഴ്സ് കൂട്ടാനും ഉള്ള ചെറിയൊരു ട്രിക്കാണ് പറഞ്ഞു തരാൻ പോകുന്നത്. കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതേപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോ. അപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ലോങ് വീഡിയോയും അതേപോലെ ഷോർട്സ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് അറിയാലോ, നമ്മളിപ്പോൾ യൂട്യൂബ് തുടങ്ങിയ ഒരു ചാനലാണെങ്കിൽ അധികമൊന്നും ചിലപ്പോൾ വ്യൂസും കയറില്ല, അതേപോലെ സബ്ബൊന്നും കയറില്ല. പക്ഷെ ഞാനിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ചെയ്തപ്പോൾ ഒരു ദിവസം 10 സബ് വെച്ച് കയറാൻ തുടങ്ങി. അതായത് ലോങ് വീഡിയോയും ഷോർട്സ് വീഡിയോയിലും ഒപ്പം അപ്ലോഡ് ചെയ്യും. ഒരു ദിവസം ലോങ് വീഡിയോയും അതേപോലെ ഒരു 2 ഷോർട്സ് വീഡിയോയും ഞാൻ ഒപ്പം അപ്ലോഡ് ചെയ്യായിരുന്നു. അങ്ങനെ എനിക്ക് സബ് ദിവസം ഒരു 10 സബ് വെച്ച് കൂടാൻ തുടങ്ങി. അങ്ങനെ ഒരു 200 സബ് ഞാൻ അങ്ങനെ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് 55 ആയപ്പോഴാണ് എന്റെ ലൈവ് സ്ട്രീം എനിക്ക് ഓണായി കിട്ടിയത്. പക്ഷെ ഞാൻ അധികം ഞാൻ ആദ്യത്തെ ഒരു ലൈവ് ഞാൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരു വ്യൂസും ഇല്ലാന്ന്. ഒരു 2-3 പേരുണ്ടായിരുന്നുള്ളൂ. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് നമ്മളിപ്പോ ലൈവ് ഓൺ ചെയ്ത് ആരും കാണില്ല എന്നൊക്കെ വിചാരിച്ചു. പിന്നെ അങ്ങനെ അത് സ്കിപ്പ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ വേറൊരു ദിവസം ലൈവ് ചെയ്തത്. ലൈവ് ചെയ്തപ്പോ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഞാൻ ലൈവ് ചെയ്തപ്പോ തന്നെ ഞാൻ അവളെ വിളിച്ചു പറഞ്ഞു, എടി വാടി, ലൈവ് കാണാൻ നീയെങ്കിലും വാടി, ഒരാളെ ഉള്ളോ. അപ്പൊ അവള് വന്നു. എന്തായാലും എന്റെ ലൈവ് അവളും ഇരുന്ന് കണ്ട് അവൾ എനിക്ക് മെസ്സേജ് അയച്ചു. ഞാനിങ്ങനെ അവളോട് സംസാരിച്ചു ലൈവില്. അങ്ങനെ ഒരു 90 പേര് ഒറ്റയടിക്ക് വന്നു എന്റെ ലൈവിലേക്ക്. ഒറ്റയടിക്ക് വന്നു. അവര് കുറെ പേര് നല്ല നല്ല മെസ്സേജ് അയച്ചു. കുറെ പേര് നമുക്ക് അറിയാലോ, ബാഡ് ആയിട്ടുള്ള കമന്റ്സ് കുറെ വന്നു. പക്ഷെ അതൊന്നും നമ്മൾ നോക്കണ്ട, ആ വഴിക്ക് നോക്കാതെ നല്ല നല്ല കമന്റിന് ഞാൻ നല്ല റിപ്ലൈ കൊടുത്തു. അങ്ങനെ എനിക്ക് അവരെന്റെ ചാനല് സബ് ചെയ്തു. അങ്ങനെ എനിക്ക് ഒരു ലൈവ് പോകുമ്പോ തന്നെ 20 സബ് കയറി. വാച്ച് ഹവേഴ്സിലും നല്ല മാറ്റം വരാൻ തുടങ്ങി ട്ടോ. ഞാൻ ആദ്യമൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ഒരു വാച്ച് ഹവേഴ്സേ കയറുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഞാൻ ഈ ലൈവ് ചെയ്യുമ്പോൾ നല്ല പെട്ടെന്ന് വാച്ച് ഹവേഴ്സ് കൂടുന്നുണ്ട്. ഇങ്ങനെ വെർട്ടിക്കൽ ലൈവ് ആട്ടോ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നത്. ഇങ്ങനെയല്ല, ഇങ്ങനെ പിടിച്ചിട്ട് ഫോൺ ഞാൻ ലൈവ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഓക്കെ. അപ്പൊ അതാകുമ്പോ ഷോർട്ട് സ്പീഡിൽ പെട്ടെന്ന് എല്ലാവർക്കും കാണല്ലോ. അങ്ങനെ എനിക്ക് മനസ്സിലായി, നമ്മളൊരു 4 മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ആളുകളെല്ലാം ഇങ്ങനെ വരുള്ളൂ. അതുവരെ നമ്മൾ ഇങ്ങനെ ഇരിക്കണം ലൈവില്. അപ്പോഴാണ് കൂടുതൽ ആളുകൾ നമ്മുടെ ലൈവ് കാണുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. അപ്പൊ എനിക്ക് ഞാൻ ലൈവ് ചെയ്യാൻ തുടങ്ങി. ഒരു ഉച്ചയ്ക്ക് ഒരു 12:30 ഞാൻ ലൈവ് ചെയ്യാറ്. അങ്ങനെ ഞാൻ ലൈവ് ചെയ്യാൻ തുടങ്ങി. ലൈവിൽ എനിക്ക് കുറേ സബ് കയറി. അങ്ങനെ ഒരു 300-ന് മേലെത്തി. അങ്ങനെ അത് 400 ആയി. മനസ്സിലായോ? പെട്ടെന്നായിരുന്നു അത്. ഒരു മാസം കൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് സബ്, എനിക്ക് എന്തോ പെട്ടെന്ന് എനിക്ക് സബ് കൂടാൻ ഈ ലൈവ് സ്ട്രീം ഉപകാരപ്രദമാവുമെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. പിന്നെയാണ് നമ്മുടെ യൂട്യൂബ് കോർണർ മലയാളത്തിന്റെ ആ ഒരു ചേട്ടന്റെ വീഡിയോ ഞാൻ കാണുന്നത്. അതായത് നമ്മുടെ ലൈവില് ഒരു സെറ്റിംഗ്സ് ഉണ്ട്. നമ്മുടെ യൂട്യൂബിന്റെ ഡെസ്ക്ടോപ്പിൽ പോയിട്ട് ഒരു സെറ്റിംഗ്സിൽ, അതായത് ലൈവ് സ്ട്രീമിന്റെ ഒരു സെറ്റിംഗ്സ് ഉണ്ട്. അതായത് നമ്മുടെ ലൈവ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്ക് വല്ല മെസ്സേജ് അയക്കണമെങ്കിൽ, അതായത് നമ്മുടെ ലൈവില് നമ്മുടെ അടുത്ത് മെസ്സേജ് അയക്കണമെങ്കിൽ നമ്മുടെ ചാനൽ സബ് ചെയ്താൽ മാത്രമേ മെസ്സേജ് അയക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സെറ്റിംഗ്സ്. അതായത് ഇപ്പൊ നമ്മുടെ ലൈവ് ആരെങ്കിലും കാണുമ്പോൾ ഒരു ഹായ് എന്ന് അയക്കണമെങ്കിൽ നമ്മുടെ ചാനൽ സബ് ചെയ്യണം. സബ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ചാനൽ നമുക്ക്, അതായത് അവർക്ക് മെസ്സേജ് അയക്കാൻ പറ്റുള്ളൂ നമ്മുടെ അടുത്ത്. അപ്പൊ അങ്ങനെ ഒരു സെറ്റിംഗ്സ് ഞാൻ ആക്കിയിട്ടു. ആ ചേട്ടന്റെ വീഡിയോ ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾ അതൊന്ന് പോയി കാണും. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദമാവും കേട്ടോ. അപ്പൊ ഞാൻ അങ്ങനെ ഒരു സെറ്റിംഗ്സ് ആക്കിയിട്ട് അപ്പൊ എന്ത് ചെയ്തു, കൂടുതൽ എനിക്ക് സബ് കയറാൻ തുടങ്ങി. ലൈവ് സ്ട്രീം ചെയ്യുമ്പോൾ ഒരു 50 പേര് പെട്ടെന്ന് എനിക്ക് സബ് കൂടാൻ തുടങ്ങി ട്ടോ. കാരണം അവർക്ക് സബ് ചെയ്താലല്ലേ നമ്മുടെ അടുത്ത് മെസ്സേജ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് ഞാന് ചെയ്തത്. അതേപോലെ ഇപ്പൊ ഞാൻ ലൈവും ചെയ്യുന്നുണ്ട്. ലോങ് വീഡിയോ സമയം കിട്ടുമ്പോൾ മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുപോലെ ഷോർട്സും ഞാൻ പരമാവധി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറ്. പിന്നെ നമ്മുടെ ലൈവ് സ്ട്രീം ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ഓക്കെ. നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങളെ അതൊന്നും ലൈവിൽ കാണിക്കാതിരിക്കണം. കാണിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും. അത് സ്ട്രൈക്ക് എല്ലാം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒരു വീഡിയോ ഞാൻ അങ്ങനെ അറിയാതെ എന്റെ കുഞ്ഞ് വന്ന് നിന്നു. ഞാൻ ലൈവ് പോകുമ്പോൾ
ഒരു വീഡിയോ സ്ട്രൈക്ക് ആയി ഞാൻ അപ്പൊ തന്നെ പ്രൈവറ്റ് ആക്കിയിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചാനലിനെ ബാധിക്കൊന്നുമില്ല. പക്ഷെ അത് അങ്ങനെയൊക്കെ വന്ന അപ്പൊ അതേപോലെ നല്ല ലൈവ് ചെയ്തിട്ട് അതിൽ അത്യാവശ്യം വ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് പബ്ലിക് ആക്കി ഇടുക കേട്ടോ. അപ്പോൾ അതിന്നുള്ള വാച്ച് അവേഴ്സ് നമ്മുടെ മോണിറ്റൈസ് ക്രൈറ്റീരിയയുടെ ആ 4000 വാച്ച് അവേഴ്സ് ഇല്ലേ അതിൽ ആഡ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ചെയ്താൽ മതി ഗൈസ്. നമ്മുടെ തുടക്കക്കാര് നമുക്ക് പെട്ടെന്ന് തന്നെ സബ് കൂടാം, അതുപോലെ വാച്ച് അവേഴ്സും കൂടും നമ്മുടെ ലൈവിലൂടെ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കല്ല ഗൈസ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെയും ടാറ്റാ.